നമസ്കാരം. നമ്മൾ ഇന്ത്യക്കാർ മൊത്തം അമേരിക്കൻ പ്രസിഡന്റ് ശ്രീ ഡൊണാൾഡ് ട്രംപിനോട് കടപ്പെട്ടിരിക്കുന്നു. നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷ കക്ഷികൾക്ക് സാധിക്കാത്ത ഒരു വലിയ കാര്യമാണ് അദ്ദേഹം വളരെ നിസ്സാരമായിട്ട് നമുക്ക് വേണ്ടി സാധിച്ച് തന്നത്. നിങ്ങൾക്കറിയാം, നമ്മുടെ കേന്ദ്ര സർക്കാർ GSTയിൽ വലിയ ഒരു പരിഷ്കാരം കൊണ്ടുവന്നു. ഗണ്യമായിട്ട് ടാക്സ് നിരക്കുകൾ കുറയ്ക്കുകയും ഒരുപാട് ഉത്പന്നങ്ങൾക്ക് ഏർപ്പെടുത്തിയിരുന്ന ടാക്സ് ഇല്ലാതാക്കുകയും ചെയ്തു. എന്തുകൊണ്ടായിരിക്കാം ശ്രീ നരേന്ദ്രമോദിയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള മന്ത്രിമാരും ഇങ്ങനെ ഒരു വലിയ കാര്യം ചെയ്തത് എന്ന് നിങ്ങളിൽ ചിലരെങ്കിലും ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് അദ്ദേഹത്തിന് ഇന്ത്യയിലെ ജനങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് നമ്മളതിനെ വ്യാഖ്യാനിക്കും. അങ്ങനെ തന്നെയാണ് അവരും പറയുന്നത്. പക്ഷേ ശ്രീ നരേന്ദ്രമോദി കഴിഞ്ഞ 10-12 കൊല്ലങ്ങളായിട്ട് നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദി എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും കൃത്യമായിട്ട് നിങ്ങൾ നിരീക്ഷിച്ചാൽ ഒരു കാര്യം നിങ്ങൾക്ക് ബോധ്യപ്പെടും. അതിലൊന്ന് പോലും ജനങ്ങൾക്ക് വേണ്ടി ആയിരുന്നില്ല. ജനങ്ങൾക്ക് വേണ്ടിയാണെന്നാണ് അവർ പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞെടുക്കുന്ന ആ തീരുമാനങ്ങളെല്ലാം തന്നെ ഏതെങ്കിലുമൊക്കെ വലിയ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയായിരിക്കും. ശ്രീ നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ശേഷം നമുക്കറിയാം, മുമ്പ് വെറും സാധാരണ പണക്കാരായിരുന്ന അംബാനിയും അദാനിയും ഒക്കെ ഇപ്പോൾ ലോകത്തിലെ എണ്ണം പറഞ്ഞ ധനികരുടെ കൂട്ടത്തിൽ കടന്നു കയറി. നരേന്ദ്രമോദി സർക്കാരിനെ കൊണ്ട് തീരുമാനമെടുപ്പിക്കുന്നതിൽ അവർക്കുണ്ടായ മിടുക്കാണ് അവരുടെ വളർച്ചയുടെ പിന്നിൽ. അങ്ങനെ അദ്ദേഹം എടുത്തിട്ടുള്ള എല്ലാ തീരുമാനങ്ങളും 1 by 1 നമ്മളെടുത്ത് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിലെല്ലാം തന്നെ ഏതെങ്കിലുമൊക്കെ വലിയ വലിയ കോർപ്പറേറ്റുകളുടെ വ്യാപാര താല്പര്യം കണ്ടെത്താൻ സാധിക്കും. കൊറോണ വാക്സിൻ അദ്ദേഹം കൊടുത്തത് കൊറോണയെ തുരത്താനായിരുന്നില്ല. അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഇതുകൊണ്ട് ഗുണമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അതിൻ്റെ തെളിവ് എന്ന് പറയുന്നത് നമ്മുടെ മുൻ ചീഫ് ജസ്റ്റിസ് ശ്രീ DY ചന്ദ്രചൂഡ് തന്നെ അദ്ദേഹം ഒരു ആയുഷിൻ്റെ ആശുപത്രി ഉദ്ഘാടനം ചെയ്ത സമയത്ത് പറഞ്ഞതാണ്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് കൊറോണ എന്ന സമയത്ത് ശ്രീ നരേന്ദ്രമോദി എനിക്ക് ഫോൺ ചെയ്തിരുന്നു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പേടിക്കേണ്ട, പോയിട്ട് വല്ല നാട്ടുവൈദ്യൻ്റെ മരുന്ന് വാങ്ങിച്ച് കഴിക്കുക. അദ്ദേഹം ഏതൊരു വൈദ്യൻ്റെ പേര് പറഞ്ഞു കൊടുത്തു എന്നാണ് ശ്രീ DY ചന്ദ്രചൂഡ് പറഞ്ഞത്. അലോപ്പതി മരുന്ന് കഴിക്കരുത്, അതുകൊണ്ട് ഗുണമൊന്നുമില്ല. അതുകൊണ്ട് ഇദ്ദേഹം പോയിട്ട് ആയുഷിൻ്റെ മരുന്ന് വാങ്ങി കഴിച്ചു, അദ്ദേഹത്തിൻ്റെ രോഗം മാറിയെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞാണ്. അപ്പോൾ കൊറോണയ്ക്ക് ആയുഷിൽ ചികിത്സയുണ്ട് എന്ന് അറിഞ്ഞിരുന്ന ശ്രീ നരേന്ദ്രമോദി അതിന് ചികിത്സയില്ല എന്ന് അലോപ്പതിക്കാർ പറഞ്ഞത് ഏറ്റുപറയുകയും എന്നിട്ട് അത് തുരത്താനായിട്ട് വാക്സിൻ വേണമെന്ന് പറഞ്ഞുകൊണ്ട് വാക്സിൻ നമ്മളെയെല്ലാം നിർബന്ധിച്ച് എടുപ്പിക്കുകയും ചെയ്തു. എടുപ്പിച്ച ശേഷം എന്ത് സംഭവിച്ചു എന്നുള്ളത് ഞാൻ പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ ഒരു തീരുമാനം കൊണ്ട് ഗുണമുണ്ടായത് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്കല്ല, ജനങ്ങൾക്ക് വലിയ ദോഷം മാത്രമാണ് ഉണ്ടായത്. ഗുണമുണ്ടായത് സെറം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഉടമ അദാർ പൂനാവാലയ്ക്കും അതുപോലെ തന്നെ ഭാരത് ബയോടെക്കിനും ICMR-നും ഒക്കെയാണ്. അതുകൂടാതെ അങ്ങനെ അത് കുത്തിവെച്ചത് കൊണ്ട് ഇന്ന് രാജ്യത്താകമാനമുള്ള ആശുപത്രികൾക്ക് വലിയ കച്ചവടവും കിട്ടുന്നുണ്ട്. കാരണം ഈ കുത്തിവെച്ച ആൾക്കാരുടെ ആരോഗ്യസ്ഥിതി അതുപോലെയൊക്കെ ആയി മാറിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളവിടെ കാണുന്നത് ജനങ്ങൾക്ക് വേണ്ടി ആണ് എന്ന് പറഞ്ഞു കൊടുത്ത ആ സാധനം യഥാർത്ഥത്തിൽ ഗുണം ചെയ്തത് ഇവിടുത്തെ ഹെൽത്ത് കെയർ സെക്ടർ എന്ന് വിളിക്കുന്ന മരുന്ന് സെക്ടറിനെയാണ്. അതേപോലെ ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഫോർട്ടിഫൈഡ് അരിയെക്കുറിച്ച്. ജനങ്ങളുടെ വിളർച്ച മാറ്റാനെന്ന് പറഞ്ഞു കൊടുത്ത ആ സാധനം യഥാർത്ഥത്തിൽ വിളർച്ച മാറ്റുന്നത് റോയൽ DSM എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ കമ്പനിയുടേതാണ്. അതേപോലെ അദ്ദേഹം എടുത്തിട്ടുള്ള എല്ലാ തീരുമാനങ്ങളും ഏറ്റവും ഒടുവിൽ നമ്മുടെ മുമ്പിൽ എത്തി നിൽക്കുന്ന എഥനോൾ കലർന്ന പെട്രോൾ. നമ്മൾ ഒരു പെട്രോൾ പമ്പിൽ ചെന്ന് പെട്രോൾ അടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒറിജിനൽ പ്യുവർ പെട്രോൾ അല്ല, അതിൽ 20% എഥനോൾ കലർന്നിട്ടുണ്ട്. എഥനോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരി, ഗോതമ്പ്, അതുപോലെ തന്നെ കരിമ്പ് മുതലായ സാധനങ്ങളിൽ നിന്നും ഉണ്ടാക്കിയെടുക്കുന്ന സ്പിരിറ്റാണ്. ആ സ്പിരിറ്റ് ഇതുമായിട്ട് ചേർത്ത് നമുക്ക് തരുന്നതിൻ്റെ ന്യായമായിട്ട് ശ്രീ നരേന്ദ്രമോദിയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള പരിവാരങ്ങളും പറയുന്നത് നമ്മുടെ രാജ്യത്തെ കർഷകരെ സഹായിക്കാൻ വേണ്ടിയാണെന്നാണ്. കർഷകരെ സഹായിക്കാൻ വേണ്ടി അവർ എഥനോൾ ഉണ്ടാക്കുന്നു, എന്നിട്ട് ഈ എഥനോൾ കലർന്ന പെട്രോൾ നമുക്ക് തരുന്നു. പല വാഹനങ്ങൾക്കും ഈ എഥനോൾ കലർന്ന പെട്രോൾ ചേരില്ല. പല 2 വീലറുകൾക്കും സ്റ്റാർട്ടിംഗ് ട്രബിളും മാസാമാസം പോയിട്ട് സർവീസ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഒരുപാട് വാഹനങ്ങൾക്ക് മൈലേജ് കുറഞ്ഞിട്ടുണ്ട്. എഥനോൾ കമ്പാറ്റബിലിറ്റി ഉള്ള വാഹനങ്ങൾ മാത്രമാണ് ഇവിടെയെങ്കിൽ ഈ തീരുമാനത്തിന് വലിയ കുഴപ്പമില്ല എന്ന് പറയാം. എന്നാൽ നമ്മുടെ പക്കലുള്ള, ഞാൻ കേട്ടിരിക്കുന്നത് 2023 മുമ്പുള്ള വാഹനങ്ങൾക്കൊന്നും തന്നെ ഈ എഥനോൾ കലർന്ന പെട്രോൾ യോജിച്ചതല്ല എന്നാണ് പറയുന്നത്. ആ വാഹനങ്ങൾക്കൊക്കെ തന്നെ പലതരത്തിലുള്ള കുഴപ്പങ്ങളുണ്ടാകും, മൈലേജ് കുറയും. അപ്പോൾ ഇങ്ങനെ കർഷകരെ സഹായിക്കാനെന്ന പേരിൽ എഥനോൾ കലർത്തി നമുക്ക് തന്നിട്ട് ഈ എഥനോൾ ഉണ്ടാക്കുന്ന കമ്പനികൾ ലാഭമുണ്ടാക്കുകയാണ്. അതിലൊന്ന് നിതിൻ ഗഡ്കരിയുടെ മകൻ്റെ കമ്പനിയാണെന്ന് നമ്മൾ കേട്ടതാണ്. അതിലൊക്കെ ഉപരി ഇത് ജനങ്ങൾക്ക് വേണ്ടി ആണ് എന്ന് പറഞ്ഞ് ചെയ്യുമ്പോൾ ജനങ്ങൾക്കതുകൊണ്ട് എന്ത് ഗുണമുണ്ടാകുന്നു എന്നുള്ളത് നമ്മൾ നോക്കണം. എന്തെങ്കിലും ഗുണമുണ്ടോ? എഥനോൾ കലർത്തിയത് കൊണ്ട് പെട്രോളിന് 5 രൂപ കുറച്ചോ അല്ലെ 10 രൂപ കുറച്ചോ? 1 രൂപ പോലും കുറഞ്ഞിട്ടില്ല. പ്യുവർ പെട്രോളിൻ്റെ വിലയ്ക്കാണ് ഈ മായം കലർന്ന പെട്രോൾ നമുക്ക് തരുന്നത്. അപ്പോൾ എഥനോൾ പെട്രോളിൽ കലർന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് ഗുണം ജനങ്ങൾക്കല്ല, മറിച്ച് വണ്ടി കമ്പനികൾക്ക് അതുപോലെ തന്നെ എഥനോൾ ഉണ്ടാക്കുന്ന സ്ഥാപനങ്ങൾക്ക് ഒക്കെയാണ്.
നമുക്ക് യാതൊരു ഗുണവുമില്ല. ഞാൻ പറഞ്ഞു വന്നത്, നരേന്ദ്രമോദി എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും കമ്പനികൾക്ക് വേണ്ടി മാത്രമാണ്, കോർപ്പറേറ്റുകൾക്ക് വേണ്ടി മാത്രമാണ്, ഒരിക്കലും ജനങ്ങൾക്ക് വേണ്ടിയല്ല. അങ്ങനെയുള്ള ശ്രീ നരേന്ദ്രമോദി ഇപ്പോൾ ഈ GST എന്തുകൊണ്ട് കുറച്ചു? ജനങ്ങൾക്ക് വേണ്ടിയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ ചിന്ത വേരോടെ എടുത്ത് പുറത്തു കളയുക. നമുക്ക് വേണ്ടിയല്ല നരേന്ദ്രമോദി GST കുറച്ചത്. ഇപ്പോൾ അദ്ദേഹം GST കുറയ്ക്കാൻ നിർബന്ധിതനായത് ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന പ്രസിഡന്റ് എടുത്ത ഒരു തീരുമാനം കൊണ്ടാണ്. അതായത് ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനികൾക്ക് 50% നികുതി ഏർപ്പെടുത്തിയത് കൊണ്ട് ഗതികെട്ടാണ് ശ്രീ നരേന്ദ്രമോദി ഇങ്ങനെയൊരു തീരുമാനമെടുത്തത്. എന്നാൽ അദ്ദേഹവും നിർമ്മല ചേച്ചിയും ഒക്കെ പറയുന്നുണ്ട്, അങ്ങനൊന്നുമല്ല, ഞങ്ങളിത് 1.5 കൊല്ലങ്ങളായിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു GST കുറയ്ക്കുന്ന കാര്യം. GST കുറയ്ക്കുന്ന കാര്യം എന്തിനാണ് 1.5 കൊല്ലത്തോളം ആലോചിക്കുന്നത്? ഇന്ന് തീരുമാനിച്ച് നാളെ നടപ്പിലാക്കിയാൽ പോരെ? ജനങ്ങളെ ഊറ്റിക്കൊണ്ടിരിക്കുന്നത് കുറയ്ക്കാൻ വേണ്ടി ഇത്ര ആലോചിക്കാനെന്തിരിക്കുന്നു? ഒന്നും ആലോചിക്കാനില്ല. പക്ഷേ ഇപ്പോൾ കൃത്യമായിട്ട് ട്രംപിൻ്റെ നികുതി ഭാരം ഇന്ത്യൻ കമ്പനികളുടെ മേൽ വന്നപ്പോൾ, അതായത് ഓഗസ്റ്റ് മാസം 27-ാം തീയതി മുതലാണ് 50% ടാക്സ് അമേരിക്ക ഏർപ്പെടുത്തിയത്. അങ്ങനെ വന്നപ്പോൾ അതിൻ്റെ തൊട്ട് പിന്നാലെ പെട്ടെന്ന് നമ്മുടെ രാജ്യം GST കുറച്ചു. ഇങ്ങനെ GST കുറച്ച് കഴിഞ്ഞാൽ ആർക്കാണ് ഗുണം? ഗുണം ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദോഷമുണ്ടാകുന്ന കമ്പനികൾക്ക് തന്നെയാണ് ഗുണം. അവരെ സഹായിക്കാൻ വേണ്ടി മാത്രമാണ് ഈ തീരുമാനം ഇപ്പോൾ ഈ സർക്കാർ എടുത്തിരിക്കുന്നത്. അതായത് ഇവിടെ നിന്നും അമേരിക്കയിലേക്ക് ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ സാധിക്കാതെ വരുന്ന കമ്പനികൾക്ക് അത് നമ്മുടെ ഈ ലോക്കൽ മാർക്കറ്റിൽ വിറ്റഴിക്കണമെങ്കിൽ അതിന് വില കുറയേണ്ടി വരും. അമിതമായ GST ഉണ്ടെങ്കിൽ ആൾക്കാർ കൂടുതലായിട്ട് സാധനങ്ങൾ വാങ്ങില്ല. എന്നാൽ GST കുറയുമ്പോൾ പല ആൾക്കാരും ഈ സാധനങ്ങൾ വാങ്ങാൻ താല്പര്യം കാണിക്കും. അപ്പോൾ ആഭ്യന്തര മാർക്കറ്റിൽ, അമേരിക്കൻ മാർക്കറ്റ് ഒരു പക്ഷേ നഷ്ടപ്പെട്ടേക്കാവുന്ന കമ്പനികൾക്ക് ആഭ്യന്തര മാർക്കറ്റിൽ കച്ചവടം കിട്ടാൻ വേണ്ടിയാണ് ഇവർ GST കുറച്ചത്. അതാണ് അതിൻ്റെ ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം, ഇങ്ങനെ അമേരിക്കൻ താരിഫ് നേരിടുന്ന കമ്പനികൾ ചിലപ്പോൾ അവരുടെ സ്ഥാപനം ഇവിടെ നിന്നും അമേരിക്ക താരിഫ് ഒന്നും ചുമത്താത്ത ഏതെങ്കിലും രാജ്യത്തേക്ക് മാറ്റും. ഫോർ എക്സാമ്പിൾ, ഒരു ഗൾഫ് രാജ്യത്തേക്ക് മാറ്റുക. ഇവിടെ നിന്നും അത്തരത്തിലുള്ള കമ്പനികൾ, ടെക്സ്റ്റൈൽ കമ്പനികളോ ഏത് കമ്പനികൾക്കാണോ ഈ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്, അവരവരുടെ ഒരു ഓഫീസോ അവരുടെ ഒരു ബ്രാഞ്ചോ വല്ലതും പോയിട്ട് ദുബായിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്തോ തുടങ്ങിയിട്ട് അവിടെ നിന്ന് സാധനം അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുക. ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലേക്ക് പോകുന്ന സാധനം ഇന്ത്യയിൽ നിന്ന് നേരെ നമ്മൾ ഗൾഫിലേക്ക് വിൽക്കുന്നു. ഗൾഫിൽ നിന്നും അതേ കമ്പനി തന്നെ ആ സാധനം അമേരിക്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്യും. അങ്ങനെ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ആ രാജ്യത്തിന് തീരുവയില്ലെങ്കിൽ ഇവരുടെ സാധനം പഴയ വിലയ്ക്ക് തന്നെ അവിടെ ചെല്ലും, അമേരിക്കയിൽ ചെല്ലും. അങ്ങനെ ഒരു സാധ്യതയും ശ്രീ നരേന്ദ്രമോദി സർക്കാർ കണ്ടിരുന്നു. നമ്മുടെ രാജ്യത്ത് നിന്നും കമ്പനികൾ കൂടും കുടുക്കുകയും എടുത്ത് വിദേശ രാജ്യങ്ങളിലേക്ക് പോകാനുള്ള സാധ്യത. അപ്പോൾ രണ്ട് തരത്തിലും അമേരിക്കൻ മാർക്കറ്റ് നഷ്ടമാകാൻ സാധ്യതയുള്ള കമ്പനികൾക്ക് ഇവിടെ തന്നെ നിൽക്കാനും അവരിവിടെ നിന്നും മറ്റ് രാജ്യങ്ങളിലേക്ക് പോകാതിരിക്കാനും വേണ്ടി മാത്രമാണ് നരേന്ദ്രമോദി ഇപ്പോൾ ഈ GST പരിഷ്കാരം കൊണ്ടുവന്നത്. അല്ലാതെ ഇവിടുത്തെ സാധാരണക്കാരെ ഉദ്ദേശിച്ചേ അല്ല. ഇൻഷുറൻസ് പോളിസിക്ക് വരെ, കൊറോണ വാക്സിന് വരെ GST ഏർപ്പെടുത്തി ജനങ്ങളെ പിഴിഞ്ഞ ഒരു പ്രധാനമന്ത്രിയാണ് അങ്ങ് തലസ്ഥാനത്തിരിക്കുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന് കച്ചവടം മാത്രമാണ് അറിയാവുന്ന കാര്യം, കച്ചവടം മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം, കച്ചവടക്കാർക്ക് വേണ്ടി മാത്രമാണ് അദ്ദേഹം തീരുമാനമെടുക്കുന്നത്. ഞാനതിന് അദ്ദേഹത്തെ കുറ്റപ്പെടുത്തത്തില്ല. കാരണം ഞാൻ കേട്ടിരിക്കുന്നത്, എനിക്ക് അറിഞ്ഞുകൂടാ, കേട്ടിരിക്കുന്നത് ശ്രീ നരേന്ദ്രമോദി ഒരു വൈശ്യൻ ആണെന്നാണ്. വൈശ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, മനുസ്മൃതിയിലും ഭഗവത്ഗീതയിലും മനുഷ്യരെ 4ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. മനുസ്മൃതിയിൽ അത് ജാതിയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ അത് ജാതിയുടെ അടിസ്ഥാനത്തിലല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവത്ഗീതയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ അത് മനുഷ്യൻ്റെ ഗുണങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്ന് വ്യക്തമാക്കി ബ്രാഹ്മണരെന്നും ക്ഷത്രിയരെന്നും വൈശ്യരെന്നും ശൂദ്രരെന്നും മനുഷ്യനെ തരംതിരിച്ചിട്ടുണ്ട്. ബ്രാഹ്മണരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാണ്ഡിത്യമുള്ളവർ, അറിവുള്ളവർ, വിജ്ഞാനികൾ. അതെല്ലാം നമ്മൾ ചിന്തിക്കുന്ന പോലെ നമ്മുടെ നാട്ടിലുള്ള ഒരു മതവിഭാഗത്തെക്കുറിച്ചല്ല, ബ്രാഹ്മണർ എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ കാസ്റ്റിനെ കുറിച്ചല്ല അവിടെ പറയുന്നത്, മറിച്ച് പാണ്ഡിത്യമുള്ള വിജ്ഞാനികളായ ആൾക്കാരെക്കുറിച്ചാണ്. 2 ക്ഷത്രിയരാണ് ഭരണം നടത്തേണ്ടത്. രാജ്യങ്ങളുടെ ആയാലും സ്ഥാപനങ്ങളുടെ ആയാലും ഒക്കെ തലപ്പത്ത് ക്ഷത്രിയ ഗുണമുള്ളവർ ഇരുന്നെങ്കിൽ മാത്രമേ അവർ രക്ഷപ്പെടുകയുള്ളൂ. അവിടെ ഒരു ശൂദ്രനെയോ ബ്രാഹ്മണനെയോ അല്ലെങ്കിൽ വൈശ്യനെയോ കൊണ്ടിരുത്തി കഴിഞ്ഞാൽ അത് മുമ്പോട്ട് പോവുകയില്ല, അത് പൊട്ടിത്തകർന്നു പോകും. അപ്പോൾ ക്ഷത്രിയ ഗുണമുള്ളവന് മാത്രമേ രാജ്യം ഭരിക്കാൻ പറ്റൂ, ഒരു സ്ഥാപനത്തെ ഭരിക്കാൻ പറ്റൂ, എവിടെയും ഭരണം നടത്താനുള്ള കഴിവുള്ളൂ. മൂന്നാമത്തേതാണ് വൈശ്യർ. വൈശ്യർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കച്ചവടക്കാരാണ്, വ്യാപാരികൾ. അപ്പോൾ രക്തത്തിൽ സഹജമായിട്ട് തന്നെ വ്യാപാര ഗുണമുള്ളവർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്നതാണ് കച്ചവടം. എന്തുകൊണ്ടാണ് ചില ആൾക്കാർ കച്ചവടം തുടങ്ങിയിട്ട് പൊട്ടിപ്പോകുന്നത്? അവൻ വൈശ്യനല്ല, അവനതിനുള്ള ഗുണമില്ല. അപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ജന്മം കൊണ്ട് ഒരു വൈശ്യനാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കണ്ണിൽ എപ്പോഴും കച്ചവടം മാത്രമേ ഉള്ളൂ, കച്ചവടക്കാർ മാത്രമേ ഉള്ളൂ.
കച്ചവടക്കാർ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രധാനമന്ത്രിയെ കൊണ്ട് ഏത് തീരുമാനം എടുപ്പിക്കാൻ പറ്റും. ഇപ്പോൾ കച്ചവടക്കാരല്ല അതെടുപ്പിച്ചത്, അമേരിക്കൻ പ്രസിഡന്റ് ശ്രീ ഡൊണാൾഡ് ട്രംപാണ്. നമുക്ക് ഇപ്പോൾ ഇങ്ങനെ ഒരുപക്ഷെ നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷ കക്ഷികൾക്ക് പോലും സാധിക്കാൻ പറ്റാത്ത ഒരു കാര്യം സാധിച്ചു തന്ന ട്രംപിനോട് നന്ദിയുള്ളവരായിട്ടിരിക്കാം. താങ്ക് യു.